കണ്ണൂരിൽ സൂചനാ ബോർഡ് പോലുമില്ലാതെ CPMന്റെ സമരപ്പന്തൽ നിർമ്മാണം. കെട്ടിക്കൊണ്ടിരിക്കുന്ന സമരപ്പന്തലിൽ KSRTC ബസ് കുടുങ്ങി. സംഭവം സ്റ്റേഡിയം കോർണറിൽ. പന്തൽ നിർമ്മാണത്തിന് അനുമതി ഉണ്ടായിരുന്നില്ല എന്നാണ് കോർപ്പറേഷൻ അധികൃതർ പറയുന്നത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, ഇതെന്താണ് സംഭവം? നീലിമ, നാളെ CPMന്റെ നേതൃത്വത്തിൽ LDFന്റെ ഒരു പ്രതിഷേധ പരിപാടി കണ്ണൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ വെച്ച് നടക്കുന്നുണ്ട്. അതായത് വയനാടിനെ കേന്ദ്ര ഗവൺമെന്റ് അവഗണിക്കുന്നതെന്ന് ആരോപിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടിയായിരുന്നു. അത് പൂർണ്ണമായും റോഡ് തടസ്സപ്പെടുത്തി, അല്ലെങ്കിൽ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ട് റോഡിന് കുറുകെ പന്തലിട്ടുകൊണ്ടാണ് ഈ ഒരു പരിപാടി നാളെ സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടിക്കായി പന്തൽ കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു വാഹനത്തിന് കടന്നു പോകാൻ പറ്റാത്ത രീതിയിലാണ് ഈ പന്തൽ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലേക്കാണ് ഒരു KSRTC ബസ് കടന്നു വരികയും KSRTC ബസിന്റെ മുകളിലുള്ള ക്യാരിയർ ഈ പന്തലിന്റെ മുകളിലെ ഭാഗത്തുള്ള കമ്പിയിൽ കുടുങ്ങുകയുമായിരുന്നു. ഏതാണ്ട് 1 മണിക്കൂറോളം ആ ബസ് ഗതാഗതം തടസ്സപ്പെടുകയും ഏതാണ്ട് 1 മണിക്കൂറോളം ബസ് അവിടെ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. അതേസമയം ഈ ബസ് വരുന്ന അതേ സമയത്ത് കമ്പിക്ക് മുകളിൽ ഇരുന്ന് ജോലി ചെയ്യുകയായിരുന്ന പന്തൽ നിർമ്മാണ തൊഴിലാളിക്ക് ഈ പന്തലിന് മുകളിൽ നിന്ന് വീണ് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അസം സ്വദേശിനിയായ പന്തൽ നിർമ്മാണ തൊഴിലാളി ഹസനാണ് പരിക്കേറ്റത്. ഇയാളെ ഇപ്പോൾ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇയാളുടെ കഴുത്തിന് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ബസ് കുടുങ്ങിയതിനെ തുടർന്ന് ആ ഭാഗത്തുകൂടിയുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതാണ്ട് 1 മണിക്കൂറോളം പരിശ്രമിച്ച ശേഷമാണ് തൊഴിലാളികൾ ഈ പന്തൽ അഴിച്ചു മാറ്റുകയും ബസ്സിനെ കടന്നു പോകാനും സാധിച്ചത്. അതേസമയം ഈ പന്തൽ നിർമ്മാണത്തിന് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നോ അധികാരികളുടെ ഭാഗത്തു നിന്നോ യാതൊരു അനുമതിയും ഉണ്ടായിരുന്നില്ല. ഇവിടെ സമരം നടത്താനുള്ള അനുമതി LDF തേടിയിരുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതായത് മിഥുൻ, CPM ഭരിക്കുമ്പോൾ, LDF ഭരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങളൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിലാണല്ലോ CPMന്റെ പ്രവർത്തനമുള്ളത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്നത്. നിലവിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള കമാനങ്ങൾ നിർമ്മിക്കുന്നതിനൊക്കെ നിരോധനമുള്ള ഒരു സംസ്ഥാനമാണ്. അത്തരത്തിൽ നിയമ നടപടി നേരിടേണ്ടി വരുന്ന ഒരു സംസ്ഥാനത്താണ് ഇത്ര നഗ്നമായ രീതിയിൽ നിയമലംഘനം നടന്നിരിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നതാകട്ടെ ഭരിക്കുന്ന സർക്കാരിന്റെ ഏറ്റവും വലിയ പാർട്ടിയായ CPMഉം. ഇതിനെതിരെ ആരെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു നിയമ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ടോ? നിലിവ, ഭരിക്കുന്ന പാർട്ടി തന്നെ ഇത്തരത്തിലെ നിയമലംഘനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് ഇതിലെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്. കാരണം സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ റോഡ് പൂർണ്ണമായും അടച്ചുകൊണ്ട് ഇത്തരത്തിൽ പന്തലുകൾ പണിഞ്ഞ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ പാടില്ല എന്ന് നേരത്തെ തന്നെ ചട്ടമുള്ളതാണ്. ആ ചട്ടങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ ഇത്തരം ഒരു നിയമലംഘനവും ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും ഇതിലിപ്പോൾ കോർപ്പറേഷൻ പറയുന്നത് യാതൊരു അനുമതിയും വാങ്ങാതെയാണ് ഈ പന്തൽ കെട്ടിയതെന്നുള്ളതാണ്. അതേ സംബന്ധിച്ച് ഏതായാലും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് തുടർ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം ഈ പന്തലിന് മുകളിൽ നിന്ന് വീണ ഒരു തൊഴിലാളിക്ക് പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ളത് ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട്. അയാളുടെ കഴുത്തിനാണ് പരിക്കേറ്റിരിക്കുന്നതെന്നും പറയുന്നു. അയാളിപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപകടനില തരണം ചെയ്തതായാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നത്. ഇതിലും ഈ CPMന്റെ ഈ നടപടിക്കെതിരെ വലിയ പ്രതിഷേധം തന്നെ പൊതുജനങ്ങളിൽ നിന്നുൾപ്പെടെ ഉയരുന്നുണ്ട്. കാരണം ഒരു സൂചനാ ബോർഡ് പോലും ഇല്ലാതെയാണ് റോഡ് പൂർണ്ണമായും റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു പന്തൽ നിർമ്മാണം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നീലിമ.